അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിലുള്ള ബഹുമാന്യനായ റജിയച്ചൻ, സ്വാഗതം ആശംസിച്ച ജോസഫ് അറീസച്ചൻ, ഇതിൻ്റെ എല്ലാം ആസൂത്രകൻ എന്നതുപോലെ ഒരരികിൽ ഒതുങ്ങിയിരിക്കുന്ന കരിങ്ങാട്ടിലച്ചൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പോൾ മണലിൽ, ബഹുമാന്യനായ സുഹൃത്ത് ജോസഫ് എം പുതുശ്ശേരി, പ്രിയ വൈദിക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവർക്കും അഭിവന്ദ്യ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഓർമ്മയിൽ കുതിർന്നു നിന്നുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വട്ടശ്ശേരിൽ തിരുമേനിയുടെ 90ാം ചരമ വർഷമാണിത്. അപ്പോൾ 90 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് എന്ന് നമ്മൾ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാതിരുന്ന ആളുകൾ ഇന്ന് ആലോചിക്കുകയാണ്. അതേപ്പറ്റി വളരെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. ആ ഓർമ്മകളിൽ നമ്മളെ തന്നെ സ്വയം കണ്ടെത്തുകയാണ്. ഇവിടെ ഈ പഴയ സെമിനാരിയിൽ വരുമ്പോൾ എന്നും എൻ്റെ മനസ്സ് വളരെ ഒരു വല്ലാതെ വികാരഭരിതമാകാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എത്രയോ മഹാരഥന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ സ്ഥലമാണിത്. എത്രയോ പുണ്യചരിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണിത്. മലയാളത്തിലെ ഒരു കവി തിരുനാവായ മണപ്പുറത്തെപ്പറ്റി പാടിയപ്പോൾ ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി: ഈ മണൽത്തിട്ടിൽ ചവിട്ടുന്നതിന് മുമ്പ് നാം ഇതിനൊന്ന് നമോവാകമോതുക എന്നാണ്. അപ്പോൾ തിരുനാവായ മണപ്പുറത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും അതിനെ കേരളീയ ജനജീവിതത്തിലുള്ള ആധ്യാത്മികമായ സ്ഥാനവും എല്ലാം കൂടി ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഇങ്ങനെ ആ മണൽത്തിട്ടിൽ ചവിട്ടുന്നതിന് മുമ്പ് അതിനൊന്ന് നമോവാകമോതുക എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഇവിടെ ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ചവിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സ്ഥലത്തിനെ ഒരു നമോവാകമോദിക്കൊണ്ടാണ് കടന്നു വന്നത്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് എനിക്കെന്താണ് യോഗ്യത എന്നുള്ളതിനെപ്പറ്റി ഞാൻ ആലോചിച്ച് നോക്കി. എനിക്കെന്താണ് അതിനുള്ള അർഹത? ആ അർഹത എന്ന് പറയുന്നത് വട്ടശ്ശേരിൽ തിരുമേനിയെപ്പറ്റി സംസാരിക്കുന്നതിനുള്ള ഒരവസരം ലഭിച്ചു എന്നതാണ് അർഹത. ആ സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ് യോഗ്യത. ഇവിടെ അഭിവന്ദ്യ തിരുമേനിയും റേജിയച്ചനുമൊക്കെ വിശദമായി തിരുമേനിയെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഒരു 2 വർഷം മുമ്പ് ഇതേ വേദിയിൽ നിന്നുകൊണ്ട് വട്ടശ്ശേരിൽ തിരുമേനിയെപ്പറ്റി ഏതാനും മിനിറ്റുകൾ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചതും ഞാൻ ഓർമ്മിക്കുന്നു. എന്താണ് പുതിയതായിട്ട് അദ്ദേഹത്തെപ്പറ്റി പറയാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, അത് കരിങ്ങാട്ടിലച്ഛനെ പോലെയൊക്കെയുള്ള ഗവേഷകന്മാരാണ് കണ്ടെത്തുക. പുതിയതായി ചരിത്രത്തിൽ നിന്ന് പലതും കണ്ടെത്തിയെടുക്കുക. വട്ടശ്ശേരിൽ തിരുമേനി ജനിക്കുന്ന കാലം ഇന്ത്യയിലെമ്പാടും ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഉണർന്നു വന്ന കാലമായിരുന്നു. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യവാഞ്ചയും സ്വത്വബോധവും ചലനാത്മകമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് 1858 അഭിവന്ദ്യ തിരുമേനിയുടെ ജനനം. ഏതാണ്ട് 1 വർഷത്തോളം മുമ്പ് അദ്ദേഹം തൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. 1857 സ്വാതന്ത്ര്യ സമരം. അന്ന് ഒരുപക്ഷെ ആ വിവരം ഉദരത്തിൽ കിടന്നിരുന്ന തിരുമേനിയെ തേടി എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതേണ്ടത്. എന്ന് മാത്രമല്ല, അതറിഞ്ഞ് ആ ഉദരത്തിൽ കിടന്ന് തിരുമേനി ഒന്ന് തുള്ളിച്ചാടിയിട്ടുണ്ടാകാം എന്നും കൂടെ. ശ്രാവയോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് ചാടിയതുപോലെ ഒന്ന് തുള്ളിച്ചാടിയിട്ടുണ്ടാവാൻ ഇടയുണ്ട് എന്നും എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം, ഞാൻ ജനിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അലയൊലികൾ കൊണ്ട് മുഖരിതമായ ഒരു
കാലഘട്ടത്തിലേക്കാണല്ലോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ താരാട്ടുപാട്ടുകളായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലേക്കാണല്ലോ, എൻ്റെ മാതൃഭൂമിയിലേക്കാണല്ലോ ഞാൻ ജനിക്കാനിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ആ ശിശു അന്ന് ഓർമ്മിച്ചിട്ടുണ്ടാകാം എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്തായാലും ശരി, അങ്ങനെ മൂർത്തമായ ഒരു സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ജീവസ്വരൂപമായിട്ടാണ് അഭിമന്യ തിരുമേനി ഭൂമിയിലേക്ക് പിറന്നു വീണത്. പിന്നീട് അദ്ദേഹത്തെ കാത്തിരുന്നത് എന്താണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെ ചെറുപ്പത്തിലെ 1880 22-ാം വയസ്സിൽ തന്നെ വൈദികനായ അദ്ദേഹം, പുരോഹിത ശുശ്രൂഷയ്ക്ക് നിയുക്തനായ അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമുണ്ടായി. ഇവിടെ പറഞ്ഞതുപോലെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അടുത്താണ് ആ വൈദിക വിദ്യാഭ്യാസം നേടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. തിരുമേനിയുടെ അടുത്തു നിന്നാണ് സുറിയാനി ഭാഷയുടെ പഠനം നടത്താനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ഇത് വലിയൊരു ഭാഗ്യമാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കരങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേൽ പൗരോഹിത്യത്തിൻ്റെ കൈവെപ്പ് ഉണ്ടായതും. ഇത് ചെറിയ ഒരു കാര്യമല്ല. ഒരു സൂര്യനിൽ നിന്ന് മറ്റൊരു സൂര്യൻ തേജസ് സ്വീകരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ചന്ദ്രന്മാരെ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പരിമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഒരു സൂര്യനും ഒരു ചന്ദ്രനും എന്നതുപോലെ അല്ല പരിഗണിക്കപ്പെടേണ്ട. ഒരേ ആകാശത്തിലുള്ള രണ്ട് സൂര്യന്മാർ എന്നതുപോലെയാണ് നമ്മൾ കാണേണ്ടത്. ഒരാകാശത്തിൽ രണ്ട് സൂര്യന്മാർക്ക് ഇടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നും നമ്മൾ തേടി യുക്തിയുടെ പിന്നാലെയോ ശാസ്ത്രത്തിൻ്റെ പിന്നാലെയോ പോകേണ്ട കാര്യമില്ല. ഒന്നിലധികം സൂര്യന്മാർക്ക്, കോടാനുകോടി നക്ഷത്രങ്ങൾക്ക് ഇടമുള്ള ആ ആകാശത്തിൽ ഒന്നിലധികം സൂര്യന്മാർക്ക് ഒരുപോലെ ഇടമുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ മലങ്കര സഭയുടെ ആകാശത്ത് അങ്ങനെ രണ്ട് സൂര്യന്മാരുടെ സാന്നിധ്യം ഒരേ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് ആ സഭയുടെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇവിടെ ഈ 1909 മെത്രാപ്പൊലീത്ത ആയി സ്ഥാനമേറ്റ വട്ടശ്ശേരി തിരുമേനിക്ക് വരാനിരുന്ന കാലം ഒരിക്കലും ഒരു വലിയൊരു വരവേൽപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല അദ്ദേഹത്തിന് കടന്നു പോകേണ്ടിയിരിക്കും. കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹത്തിന് നയിക്കേണ്ടി വന്നത്, അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിരന്തരമായ സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അചഞ്ചലനായി നിലനിന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ അചഞ്ചലനായി നിലകൊള്ളാൻ കഴിഞ്ഞത്? ഒരു തരത്തിലും അദ്ദേഹത്തിന് സന്ദേഹം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. ആ അചഞ്ചലത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വളരെ കരുത്തുറ്റ ദൈവ ആശ്രയബോധമായിരുന്നു. അവിടുന്ന് തന്നെ കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യം. എനിക്കെതിരെ പൊരുതുന്നവരോട് അങ്ങ് പൊരുതേണമേ, കവചവും പരിചയും ധരിച്ച് അങ്ങ് എൻ്റെ സഹായത്തിന് വരയണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ തിരുമേനി നിരന്തരം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം എന്നെനിക്ക് സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അചഞ്ചലമായ ഒരു മാനസികാവസ്ഥയും ഒരു ഭൗതിക ജീവിതത്തിലെ നിലപാടുകളും കൈവന്നത്. കർത്താവേ, നിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും, നിൻ്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും എന്ന് ചോദിക്കുന്ന സങ്കീർത്തകൻ അതിനുള്ള യോഗ്യതകൾ എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുന്നത്, അങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു, അവനെ ഒരു നാളും ഇളക്കം തട്ടുകയില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു നാളും ഇളക്കം തട്ടുകയില്ല. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് എനിത്തിങ് ക്യാൻ എവർ ഷെയ്ക്ക് ഹിം എന്നതിൻ്റെ ഒരു ഇംഗ്ലീഷ് രൂപം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഒന്നിനും അദ്ദേഹത്തെ ഇളക്കാൻ സാധ്യമല്ല എന്നാണ്. അങ്ങനെ ഒന്നിനും ഇളക്കാൻ കഴിയാതെ കൊടുങ്കാറ്റിൽ പോലും നിശ്ചഞ്ചലനായി നിലകൊള്ളാൻ കഴിഞ്ഞ
വട്ടശ്ശേരിൽ തിരുമേനിയുടെ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആദ്യമായി ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്ന ഒരു പാഠം ആ അചഞ്ചലമായ ദൈവ ആശ്രയത്വ ബോധമാണ്. ദൈവേ വിമുഖതാം യാതേ നഗോപ്യസ്തി സഹായവാൻ. മാതാപിതാ ഭാര്യ അഥ ഭ്രാതാവാധ സഹോദര എന്ന് സംസ്കൃതത്തിലൊരു നിരീക്ഷണമുണ്ട്. ദൈവം നമുക്കെതിരാണെങ്കിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല എന്നാണ്. അമ്മയാവട്ടെ, അച്ഛനാകട്ടെ, ഭാര്യയാവട്ടെ, ബന്ധുക്കളാവട്ടെ, സഹോദരനാകട്ടെ, ആർക്കും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല എന്നാണ്. ഇവിടെ വട്ടശ്ശേരി തിരുമേനിയുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് എന്നും ദൈവം അഭിമുഖനായിരുന്നു എന്നാൽ വിമുഖനായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു എന്നാണ്. കവചവും പരിചയം ധരിച്ച് ദൈവം അദ്ദേഹത്തിന് കാവലായി ഒപ്പം സഞ്ചരിച്ചിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ജീവിത സാക്ഷ്യം നമ്മൾ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരായി, കൂടുതൽ നല്ലവരായി തീരും എന്നതാണ്. വട്ടശ്ശേരി തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത്രയും പോരാ, ഇതിൽ കൂടുതൽ വിനീതനാവാൻ നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് എന്നാണ്. ഏറെ വിനീതനാവാൻ നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് എന്നാണ്. വിനയം രാജപുത്രേഭ്യ എന്നൊരു ചൊല്ലുണ്ട്. വിനയം എന്ന് പറയുന്നത് രാജപുത്രന്മാർക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. സാധാരണക്കാരുടെ വിനയമല്ല വിനയം. പിന്നെയോ രാജപദവിയിലിരിക്കുന്നവരുടെ വിനയമാണ് വിനയം എന്ന് പറയുന്നത്. അതാണ് വട്ടശ്ശേരി തിരുമേനിയെപ്പോലുള്ള ആ ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളിൻ്റെ ആ സമീപനങ്ങളിലെ, പ്രവർത്തനങ്ങളിലെ, സംസാരങ്ങളിലെ ഒക്കെ വെളിപ്പെട്ടിരുന്ന ആ വിനയം എന്ന് പറയുന്നത് അത് രാജകീയമായ ഒരു വിനയമാണ്. ഇവിടെ തിരുമേനി സൂചിപ്പിച്ചു, കാതോലിക്ക ആകാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നിട്ടും കാതോലിക്കമാരെ വാഴിക്കുകയല്ലാതെ സ്വയം കാതോലിക്കയാകാൻ തിരുമേനി തയ്യാറായില്ല എന്നാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഏത് പദവി വേണമെങ്കിലും ഏറ്റെടുക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പദവിയും ഏറ്റെടുത്തില്ല എന്നാണ്. അദ്ദേഹം ഏറ്റവും ചെറിയ ഒരു ഇന്ത്യക്കാരനായിരിക്കാൻ ആഗ്രഹിച്ചു. മാത്രവുമല്ല, അധികാരത്തെപ്പറ്റിയും പദവികളെപ്പറ്റിയുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ അമ്പെ വ്യത്യസ്തമാണ്. ഒരു സംഭവം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലൊന്ന് പരാമർശിക്കട്ടെ. 1947 ഓഗസ്റ്റ് 15 തൊട്ട് മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ, 14-ാം തീയതി അർദ്ധരാത്രിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ അധികാരം ഏറ്റുവാങ്ങുകയാണ്. അതിൻ്റെ തിരക്കിലാണ് ജവഹർലാൽ നെഹ്റുവും വല്ലഭായി പട്ടേലും അബ്ദുൽ കലാം ആസാദുമൊക്കെ അതിൻ്റെ തിരക്കിലാണ്. പക്ഷേ അവർ നോക്കുമ്പോൾ ഒരാളെ കാണാനില്ല, മഹാത്മാഗാന്ധിയെ. അദ്ദേഹം അപ്പോൾ ബംഗാളിലെ നവഖലിയിലെ പരസ്പരം കൊല്ലുന്ന തൻ്റെ ജനങ്ങളോട് അരുതേ അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിലൂടെ നഗ്നപാതനായി സഞ്ചരിക്കുകയായിരുന്നു. ഏതായാലും നെഹ്റുവും പട്ടേലും കൂടി ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചു, ഗാന്ധിജിയെ വരുത്തണം. ഇത്രയും സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അവർ ഒരു ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നവഖലിയിൽ ചെന്ന് മഹാത്മാഗാന്ധിയോട് ഉടനെ ഇവിടെ വരണം എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറയണം. സ്വാതന്ത്ര്യം കൈമാറുന്ന സന്ദർഭമാണ്, ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ വേണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നറിയിക്കണം എന്ന് പറഞ്ഞു. ഈ ദൂതൻ വളരെ ബന്ധപ്പെട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത്, ദീർഘദൂരം ട്രെയിനിൽ യാത്ര ചെയ്ത് ബംഗാളിലെത്തി. അവിടെ നവഖലിയിൽ ചെന്ന് മഹാത്മാഗാന്ധിയെ കാണാൻ ശ്രമിച്ചു. ഗാന്ധിജി അപ്പോഴും ഈ പ്രാർത്ഥനാ യോഗങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെയായി ജനങ്ങൾക്കിടയിൽ ഓടി നടക്കുകയാണ്. ഒരു പ്രകാരത്തിൽ ഗാന്ധിജിയെ കണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ദൂതുമായി വന്നിരിക്കുന്ന ആളാണ്. ഓ, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന ആളാണോ? ഒത്തിരി ദൂരം യാത്ര ചെയ്തല്ലോ, വല്ലതും ഭക്ഷണം കഴിച്ചോ, വിശ്രമിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, എങ്കിലൊരു കാര്യം ചെയ്യേ, പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കേ, നാളെ രാവിലെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. പട്ടേലും നെഹ്റുവും പറഞ്ഞയച്ചിരിക്കുകയല്ലേ, എന്തായിരിക്കും കാര്യമെന്ന് ഉടനെ ഉത്കണ്ഠയോടുകൂടി അദ്ദേഹം ചോദിക്കുകയല്ല ചെയ്യുന്നത്. ആ ചെറിയ ഒരാളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ആകുലത കാണിക്കുകയാണ്.
പോയി ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, എന്നിട്ട് നമുക്ക് നാളെ കാണാം എന്നാണ്. പിറ്റേന്ന് അങ്ങനെ കണ്ടു. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മഹാത്മാഗാന്ധിയും ഈ ദൂതനുമായി സംസാരിച്ചു. ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി കുനിഞ്ഞ് താഴെ കിടന്ന ഒരു കരിയിലയെടുത്ത് ഈ ദൂതൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നിങ്ങൾ ഇത് കൊണ്ടുപോയി നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും കയ്യിൽ കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. ഇത് കണ്ട് ആ ദൂതൻ കരഞ്ഞുപോയി. കരഞ്ഞിട്ട് കണ്ണീര് വീണ കരിയില നനഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് നെഹ്റു പറഞ്ഞു, ഛേ, ഞാൻ അവർക്കൊരു ഉണങ്ങിയ ഇല കൊടുക്കാനാണല്ലോ ഉദ്ദേശിച്ചത്, അത് പക്ഷേ നിങ്ങൾ നനച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം ഇതാണ് മഹാത്മാഗാന്ധി. അധികാരത്തോടും പദവിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ ഒന്നാന്തരം ഒരു സൂചകമാണ് ഈ സംഭവം. ഇവിടെ വട്ടശ്ശേരിൽ തിരുമേനിയും അദ്ദേഹത്തിന് അന്നുവരെ ഉണ്ടായിരുന്ന പദവിക്കപ്പുറത്ത് ഒരു പദവിയും ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഏറ്റവും യോഗ്യരെന്ന് ദൈവ നിശ്ചയത്തിന് ഇണങ്ങുന്നവരെ എന്ന് ബോധ്യമുള്ളവരെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. മഹത്തരമായ ഒരു ജനാധിപത്യ മാതൃക കൂടിയാണ് സുഹൃത്തുക്കളെ ഇത്. ഞാനിവിടെ മറ്റൊന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1928 പുതിയ ഭരണഘടന ഉണ്ടാക്കാനുള്ള ആലോചനകൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, പുതിയ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് നിയോഗിക്കപ്പെട്ടത് OM ചെറിയാൻ, പണ്ഡിതനായ OM ചെറിയാൻ എന്ന ഒരു അൽമായനായിരുന്നു. ഞാൻ ഓർത്ത് എന്തുകൊണ്ട് അദ്ദേഹം പണ്ഡിതന്മാരായ അത്രയേറെ വൈദികരുണ്ടായിട്ടും ഒരു വൈദികനെ ആ സ്ഥാനത്ത് വച്ചില്ല. അപ്പോൾ എനിക്കൊരു തമാശ പോലെ തോന്നി, സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കണം തന്നോട് കൂടുതൽ വിശ്വസ്തരായിരിക്കാൻ നല്ലത് അൽമായരാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ പാത്രീസ് വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് എഴുതി തന്നേരെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് എഴുതി കൊടുക്കുകയും ഒപ്പം നിന്ന പലരും കാലുമാറി അപ്പുറത്ത് പോവുകയും ചെയ്ത അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് വൈദികരേക്കാൾ അൽമായരാണ് ഇക്കാര്യത്തിന് യോഗ്യരെന്ന് വട്ടശ്ശേരിൽ തിരുമേനിക്ക് തോന്നിയിരിക്കാം എന്ന് അൽമായരുടെ പ്രതിനിധിയായ ഒരാളെ എന്നുള്ള നിലയിൽ എനിക്ക് ഓർമ്മിക്കേണ്ടി വരുന്നു. അതേതായാലും അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചു. ആ 28 മുതൽ ഉള്ള 6 വർഷക്കാലം, 1934 വരെയുള്ള 6 വർഷക്കാലം കൊണ്ടാണ് ഭരണഘടന പൂർത്തിയായത്. അപ്പോൾ ഈ ഭരണഘടന പൂർത്തിയായി കഴിഞ്ഞ് തിരുമേനിയാറൊന്ന് വായിച്ചു നോക്കിയാൽ ശരി, ഇത് അംഗീകരിച്ചിരിക്കുന്നു, എല്ലാവർക്കും കൊടുത്തേക്കുക എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വിടുകയല്ല ചെയ്തത്. അദ്ദേഹം അത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി തൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അന്നത്തെ ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിലൂടെ അദ്ദേഹം ഈ ഭരണഘടന ജനങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി പ്രസിദ്ധീകരിച്ചു. പിന്നീട് അതിന്മേലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ട് 1934 അവസാനമാണ്, ഡിസംബർ 26 മലങ്കര അസോസിയേഷൻ ഈ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്നത്. നോക്കുക, മലങ്കര അസോസിയേഷനാണ് ഭരണഘടന അംഗീകരിക്കുന്നത്, അല്ലാതെ മലങ്കരയുടെ മെത്രാപ്പോലീത്തായല്ല, മലങ്കരയുടെ കാതോലിക്ക ബാവയുമല്ല, അസോസിയേഷനാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ എന്തൊരു ഉദാത്തമായ ജനാധിപത്യ ബോധമാണ് തിരുമേനി അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിയുടെ ഒരു മറുവശമാണ്, കളങ്കമില്ലാത്ത പരിശുദ്ധിയുടെ ഒരു മറുവശമാണ് ഈ സുതാര്യമായ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ 1876 മുളന്തുരുത്തിയിൽ നടന്ന സൂനകദോസിൽ ചെയ്ത തീരുമാനങ്ങളെ പലതിനെയും ഭരണഘടനയിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ് തിരുമേനി ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ കാണുകയുണ്ടായി. എല്ലാറ്റിനെയും അടിച്ചു തകർത്ത് തൻ്റേതായൊരു പുതിയ കാലം സൃഷ്ടിക്കുക എന്നല്ല അദ്ദേഹം കരുതിയത്. മറിച്ച് പഴമയിൽ നിന്ന് നല്ലതെല്ലാം സ്വീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞതുപോലെ ഞാൻ നിയമങ്ങളെ മുഴുവൻ നീക്കിക്കളയാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് അവയെ ഒന്നുകൂടി മികവുറ്റതായി പുനഃസ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം നിയമങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നീക്കിക്കളയുന്ന ഒരു വയലൻ്റ് റവല്യൂഷനല്ല വട്ടശ്ശേരിൽ തിരുമേനി നടത്തിയത്, മറിച്ച് അതിനെയെല്ലാം വളരെ സമചിത്തതയോടുകൂടി വിശകലനം ചെയ്ത് ഉദാര ബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സൈലൻ്റ് റവല്യൂഷനാണ് അദ്ദേഹം ആഗ്രഹിച്ചതും നടപ്പിൽ വരുത്തിയതും എന്നാണ്. അപ്പം മുളന്തുരുത്തി സൂനകദോസിൽ തീരുമാനമെടുത്തിരുന്ന സുറിയാനി അസോസിയേഷനാണ്
ആ പുതിയ ഭരണഘടനയിലെ മലങ്കര അസോസിയേഷൻ, അവിടെ ഒരു പരമാധികാര സമിതി എന്നതുപോലെ ഒരു പ്രധാന കമ്മിറ്റി എന്ന് പറഞ്ഞ് 25 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരുന്നു മുളന്തുരുത്തി സൂനകദോസ്. ആ കമ്മിറ്റി പുതിയ ഭരണഘടനയിലെ മാനേജിംഗ് കമ്മിറ്റി എന്നുള്ള പേരിൽ അവിടെ ഇടം നേടി. അപ്പം അങ്ങനെ തൻ്റെ പൂർവികരെ സ്വീകരിച്ച എല്ലാ നല്ല അംശങ്ങളെയും, അവർ പുലർത്തിപ്പോന്ന എല്ലാ നല്ല അംശങ്ങളെയും പിന്തുടർന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഭേദഗതികളോടുകൂടി ഒരു സഭാ സമൂഹത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയുമാണ് തിരുമേനി ചെയ്തത്. ഇവിടെ ഒരു കാര്യം കൂടെ, അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യബോധത്തെപ്പറ്റിയും ദേശീയതയെപ്പറ്റിയുമാണ് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും. അതിന് ഞാൻ പറഞ്ഞ ഒരു പശ്ചാത്തലം, ഇന്ത്യൻ ജനജീവിതത്തിൽ തന്നെ സ്വാതന്ത്ര്യവാഞ്ച സടകുടഞ്ഞെഴുന്നേറ്റ ഒരു കാലഘട്ടത്തിലാണ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടിരുന്നു. 1915 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ബാലഗംഗാധര തിലകനെ പോലുള്ളവർ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വന്ന ഈ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മനസ്സും അതിനഭിമുഖമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് ഇവിടെ 1910 എത്തിച്ചേർന്ന അബ്ദുള്ള പാത്രിയർക്കീസിൻ്റെ ആവശ്യം, വളരെ ബാലിശമായ ആവശ്യം, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മലങ്കര സഭയുടെ ഭൗതിക വസ്തുക്കൾ കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുക്കണം എന്നുള്ളത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ആവശ്യമാണ്. സാധാരണ ഈ രാജ്യാന്തര സഭകളിലെ അധ്യക്ഷന്മാർ ആത്മീയ നേതൃത്വമല്ലാതെ ഭൗതിക നേതൃത്വം ആവശ്യപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അങ്ങനെ അപൂർവത്തിൽ അപൂർവമായ ഒരു സംഭവമാണ് അബ്ദുള്ള പാത്രിയർക്കീസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. അതിന് വഴങ്ങാൻ എത്ര ആലോചിച്ചിട്ടും വട്ടശ്ശേരിൽ തിരുമേനിക്ക് സാധ്യമായില്ല. കാരണം ഇതെൻ്റെ ജനതയുടെ കാര്യമാണ്. ഈ പള്ളിയും അതിൻ്റെ സ്വത്തും എന്നൊക്കെ പറയുന്നത് എൻ്റെ സ്വകാര്യ സ്വത്തല്ല. അത് പാത്രിയർക്കീസിന് എഴുതി കൊടുക്കാൻ എൻ്റെ കാരണവന്മാർ കണ്ടതല്ല, എൻ്റെ ജനങ്ങളുടേതാണ്. ആ ജനങ്ങളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് അവരോട് ആലോചിക്കാതെ ഒരു തീരുമാനമെടുക്കാൻ സാധ്യമല്ല എന്ന നിലയിൽ അദ്ദേഹം നോ എന്ന് ഉറക്കെ പറയാൻ തയ്യാറായി എന്നതാണ്. ആ നോ എന്നുള്ള ഒരൊറ്റ പറച്ചിലാണ് മലങ്കര സഭയുടെ വ്യക്തിത്വവും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും മലങ്കര സഭയുടെ ദേശീയ പ്രസക്തിയുമൊക്കെ ഉയിരെടുത്തത്. ആ ഒറ്റ വാക്കിൽ നിന്നാണ് ഉയിരെടുത്തത് എന്നാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജനതയെ ഒരു കാലഘട്ടത്തിൽ വളരെ കർമ്മധീരതയോടുകൂടി നയിച്ച ഒരു മഹാത്മാവ്, ഒരു പുണ്യാത്മാവ്, അദ്ദേഹത്തെ മലങ്കര സഭാ ഭാസ്വരൻ എന്ന് വിളിച്ചത് നമുക്കറിയാം. ആ പേര് കൊടുത്തത് മഹാകവി വള്ളത്തോളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മലങ്കര സഭയുടെ സൂര്യൻ എന്ന നിലയിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇരുട്ടിന് മുഴുവനും ഏക പരിഹാരം വട്ടശ്ശേരിൽ തിരുമേനിയുടെ നേതൃത്വമാണ് എന്ന് ക്രാന്തദർശിയായ ഒരു മഹാകവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ആ ടൈറ്റിലിൻ്റെ പിന്നിലുള്ള വസ്തുത. കാരണം നമ്മൾ മനസ്സിലാക്കുന്നു, ആ സൂര്യൻ്റെ പ്രഭാവത്തിലാണ് നമ്മൾ ഇന്നും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ ഭൗതിക സൂര്യനിൽ നിന്ന് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ടൺ ഊർജം നമ്മുടെ ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പ്രവഹിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ വട്ടശ്ശേരിൽ തിരുമേനിയിൽ നിന്ന് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണമറ്റ അസംഖ്യമായ നമുക്ക് കണക്കെടുക്കാനാവാത്ത വിധത്തിലുള്ള ആധ്യാത്മിക ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഓഹരിക്കാരായിരിക്കുന്നു എന്നതാണ് നമ്മുടെ വലിയൊരു ഭാഗ്യം. ഈ പുണ്യചരിതന്മാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കാറുള്ളൊരു കാര്യമുണ്ട്. ഒരാൾ എങ്ങനെയാണ് പുണ്യവാനാകുന്നത്, പുണ്യചരിതനാകുന്നത്? കർമ്മയോഗിയെന്നും രാജർഷി എന്നും ഒക്കെ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. കർമ്മയോഗി എന്ന് പറയുമ്പോൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അദ്ദേഹത്തിനല്ല മറ്റുള്ളവർക്കാണ്
എന്ന് വരുത്തി തീർക്കുന്നതാണ് കർമ്മയോഗം. രാജർഷി എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ്, രാജാവായിരിക്കുക അതേസമയം തന്നെ ഋഷിയും കൂടെ ആയിരിക്കുക എന്നതാണ്. ഋഷിശ്ചകില ദർശനാത് എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. ഋഷി എന്ന് പറഞ്ഞാൽ ദർശനമുള്ളവനാണ്, ഉൾക്കാഴ്ചയുള്ളവനാണ് ഋഷി. അപ്പോൾ രാജാവും ഋഷിയുമായിരിക്കുക, കർമ്മയോഗിയായിരിക്കുക, ഇങ്ങനെ അസാധാരണമായ, അങ്ങനെ എളുപ്പത്തിലൊന്നും കൈവരിക്കാൻ സാധ്യമല്ലാത്ത മഹത്വത്തിൻ്റെ ഉന്നത പദവികളിലേക്ക് മഹാപുരുഷന്മാർ കയറിപ്പോകുന്നു. അത്തരത്തിൽ കയറിപ്പോയ ഒരു പുണ്യാത്മാവാണ് നമ്മുടെ വട്ടശ്ശേരി തിരുമേനിയും. നമ്മൾ എന്താണ് അവരിൽ നിന്ന് അവകാശപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അവരെ ഭൂമിയിലായിരിക്കെ ജീവിച്ച ജീവിതത്തിൻ്റെ ഓഹരിയുണ്ട്. ആ ജീവിച്ച ജീവിതത്തിൻ്റെ പ്രതിഫലമാണ് സ്വർഗത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധൻ എന്നുള്ള പദവി. ആ പരിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ അപേക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കണമേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥ്യം യാചിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാനുള്ള അവരുടെ അവകാശം എന്താണ്? അവരെ ഭൂമിയിലായിരിക്കെ അവരുടെ ജീവിതത്തെ ഇത്തരത്തിൽ ദൈവികമായ ഒന്നാക്കി പരിവർത്തിപ്പിച്ചതുകൊണ്ട് അവർക്കുണ്ടായ പ്രത്യേകമായ യോഗ്യതയാണ്. ആ യോഗ്യതയുള്ളത് കൊണ്ടാണ് ദൈവം അവർ വഴി അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ആണ്ട് മുങ്ങിക്കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലയ്ക്കും പെടലിക്കുമൊക്കെ അടി കിട്ടുമ്പോൾ ഓ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് വട്ടശ്ശേരി തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ നിലവിളിച്ച് നടക്കുകയാണ്. ഈ പരിശുദ്ധ ഖുർആനിലെ ഒരു സന്ദർഭമുണ്ട്. അള്ളാഹു ഈ പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. അള്ളാഹു പറയുന്നത്, ഞാൻ എൻ്റെ ഭക്തനെ ഒരിക്കൽ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. എന്തെങ്കിലും ഒരു ആപത്തോ അത്യാവശ്യമോ അവനുണ്ടായാലോ വീണ്ടും അവൻ നീണ്ട പ്രാർത്ഥനക്കാരനാകും എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യത്തിന് ഓടിയെത്ത് ചോദിച്ചു വാങ്ങാനുള്ള, എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനുള്ള ഒന്ന്, ആവശ്യമില്ലാത്തപ്പോൾ ആ കാര്യമേ മറന്നു കളയുന്നു. അപ്പോൾ പരിശുദ്ധ തിരുമേനിയുമില്ല, കർത്താവുമില്ല, ആരുമില്ല, നമ്മൾ മാത്രമാണ്. നമുക്ക് നമ്മുടേതായ ചുറ്റുപാടുകൾ, നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ ധനം എന്നിങ്ങനെ പറയുക എന്നുള്ളതാണ്. ഈ നമ്മുടെ സ്വന്തം, എല്ലാം നമ്മുടെ സ്വന്തമായിരിക്കുക. അങ്ങനെ ഒരു സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, ഇങ്ങനെ ഈ എല്ലാം മേ, എൻ്റെ എന്നുള്ള അർത്ഥം വരുന്ന സംസ്കൃതത്തിലെ വാക്ക് മേ എന്നാണ്. മേ 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 എന്നിങ്ങനെ തുടരെ പറഞ്ഞാൽ ഒരു ജീവിയുടെ സ്വരമായിട്ട്, കരച്ചിലിൻ്റെ സ്വരമായിട്ട് മാറും. അതുകൊണ്ട് ഈ ആചാര്യൻ പറയുന്നു, ഈ മനുഷ്യനാകുന്ന ആടുണ്ടല്ലോ, അവൻ എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബം എന്നിങ്ങനെ എപ്പോഴും മേ 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 എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലവൃഗോ ഹന്ത ഹന്തി എന്നാണ്, കാലമാകുന്ന ചെന്നായ അവനെ പിടികൂടുന്നു എന്നാണ്. കാലമാകുന്ന ചെന്നായി എന്ന് പറയുന്നത് മരണമാണ്. ഇങ്ങനെ എൻ്റെ 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 എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാകുന്ന ആടിനെ നിർദ്ദയം കാലമാകുന്ന ചെന്നായ ഇങ്ങനെ കൊന്നുകളയുന്നു. അപ്പോൾ അത്തരത്തിൽ ചത്തുപോകുന്നവർക്ക്, അങ്ങനെയുള്ള ചത്തുപോവുക, മനുഷ്യരെപ്പറ്റി പറയരുത്, മനുഷ്യർക്ക് കുറച്ചുകൂടെ നിലവാരമുള്ളത് കൊണ്ട് മരിച്ചു പോവുക എന്നൊക്കെ പറയണമെന്നാണ്. മരണം എന്ന് കഴിഞ്ഞിട്ട് ചത്തു എന്ന് പറയാറില്ല, നമ്മളാരും പറയാറില്ല. അങ്ങേര് മരിച്ചു, അവിടുത്തെ ചേട്ടത്തി മരിച്ചു, അല്ല ചേട്ടൻ മരിച്ചു, ആ ചെറുക്കൻ മരിച്ചു എന്നൊക്കെ പറയും എന്നല്ലാതെ നമ്മളെ ചത്തുപോയി, ചത്തു എന്ന് പറയില്ല. പക്ഷേ വളരെ നിർദ്ദയമായിട്ട് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു ആധ്യാത്മിക കവി മനുഷ്യനെപ്പറ്റി ചത്തുപോകുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഈ ലൗകികമായ സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മുഴുകിക്കഴിയുന്ന ആളുകൾ, വ്യക്തികളെ, എനിക്ക് എൻ്റെ ഒരു വേളി കഴിക്കണം, ആ വേളിയിലുണ്ടാകുന്ന കുഞ്ഞിനെ വളർത്തി അവനെ കൊണ്ട് വേളി കഴിപ്പിക്കണം, അവനിലുണ്ടാകുന്ന കുഞ്ഞിനെ വളർത്തി അവനെ മിടുക്കനാക്കി അവനെ കൊണ്ട് വേളി കഴിപ്പിക്കണം, പിന്നെ അവനിലുണ്ടാകുന്ന പേരക്കുട്ടികളെ വളർത്തിയെടുത്ത് എനിക്കിങ്ങനെ വലുതാക്കണം എന്നിങ്ങനെ യുദ്ധമോരോന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു മാനുഷർ കഷ്ടമേ. യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു മനുഷ്യർ എന്നാണ് പൂന്താനം എന്ന ആ മഹാകവി, അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക കാവ്യമുണ്ട് ജ്ഞാനപ്പാന, അതിനകത്ത് നമ്മളെ പരിഹസിക്കുന്നത്. ഇത് കൂടുതൽ എന്താണ് പരിഹസിക്കാനിരിക്കുന്നത്? മനുഷ്യനാകുന്ന ആടിനെ കാലമാകുന്ന ചെന്നായ കൊന്നു തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ പരുഷമായിട്ടാണ് പൂന്താനം നമ്മളെ ആക്ഷേപിക്കുന്നത്. ഏത്? ഈ ലൗകിക വ്യഗ്രതകൾക്കിടയിൽ മനുഷ്യൻ അവൻ്റെ സ്വത്വത്തെ മറന്നു പോകുമ്പോൾ അവൻ ആരാണ്,
അവൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒട്ടും ആലോചിക്കാതെ തിന്നും തിമിർത്തും ഇങ്ങനെ നടക്കുന്ന ആളുകളെപ്പറ്റിയാണ് ഈ മഹാകവി ഇങ്ങനെ പരിഹസിച്ചത്. അപ്പോൾ ഇവിടെ പുണ്യചരിതന്മാർ അതിന് നേരെ വിപരീത ദിശയിലാണ്. അവർക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള, എല്ലാം വേണം, ആവശ്യത്തിന് വേണം, ജീവിക്കാൻ വേണ്ടത് വേണം, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ആവശ്യമില്ല, ഒന്നും സംഭരിച്ചു വയ്ക്കുന്നില്ല, ഒന്നും സ്വന്തമായി സൂക്ഷിക്കുന്നില്ല, വേണ്ടത് അപ്പപ്പോൾ വന്നുകൊള്ളട്ടെ എന്നുള്ളതാണ്. ഈ സന്യാസിമാരുടെയും മറ്റൊക്കെ ജീവിതത്തിൻ്റെ രീതി അതാണല്ലോ. അവരെ സ്വത്ത് സംഭരിക്കുന്നതിന് പകരം അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുകയും അവരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി അതത് സമയങ്ങളിൽ ഭക്ഷിച്ച് അവരുടെ പുണ്യപ്രവൃത്തികളും ആയിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സമൂഹത്തിൽ, ഇരുണ്ട സമൂഹത്തിൽ പ്രകാശത്തിൻ്റെ കുറച്ച് കണികകൾ പരത്താൻ അങ്ങനെയുള്ള ആധ്യാത്മിക പുരുഷന്മാർക്ക് കഴിയുന്നു. ഇതാണ് നമ്മുടെ പൗരോഹിത്യത്തെയും മറ്റുമൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു രൂപം. നമ്മുടെ വൈദികരെ, നമ്മുടെ പുരോഹിതന്മാർ ചെയ്യുന്നത് ഈ ഇരുണ്ട സമൂഹത്തിലെ ഒരു ദീപശിഖ എന്നതുപോലെ, കാളിദാസൻ്റെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട്, ഈ രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു വിളക്ക്, ഒരു ദീപശിഖ, അത് കടന്നു വരുമ്പോൾ കടന്നു വരുന്ന സ്ഥലത്തെ മുഴുവൻ പ്രകാശമാനമാക്കുകയും കടന്നു പോയി കഴിയുമ്പോൾ അവ പഴയതുപോലെ ഇരുണ്ടതായിത്തീരുകയും ചെയ്യുന്നു എന്നാണ്. നമ്മുടെ ആധ്യാത്മിക നേതാക്കൾ ഇത്തരത്തിലുള്ള ദീപശിഖകളുമായി നമ്മുടെ ഇരുണ്ട ജീവിതത്തിലേക്ക് കൂടെ ഇറങ്ങി വരികയാണ്. അവിടെ വീണ്ടും ഇരുട്ട് വ്യാപിക്കാതിരിക്കാൻ അവർ കരുതലെടുക്കുന്നു. അതിനാണ് ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ദീപശിഖകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ ചെയ്യുന്ന മഹത്തരമായ ഒരു സേവനം കർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പരകോടിയിലാണ് പരിശുദ്ധന്മാരുടെ നിലപാട്. അവർ ഇവിടെ എല്ലാം ത്യജിച്ചതിന് മുഴുവനും പ്രതിഫലം അവിടെ ലഭിക്കുകയാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, തെക്തേന ഭുഞ്ജീത എന്നാണ്, ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷിക്കുക. അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കാതെ, ഭക്ഷണത്തിൻ്റെ ആസ്വാദ്യത അനുഭവിക്കാനാണ് എന്ന് വിചാരിക്കാതെ, ആ ഭക്ഷണം എൻ്റെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, കാരണം ശരീരം നിൽക്കണം, എന്നാൽ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നുണ്ട്. ശരീരം ആരോഗ്യത്തോടെ നിന്നാലേ നമുക്ക് നമ്മുടെ കർമ്മം നിർവഹിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ശരീരം വേണം. ആ ശരീരത്തിൻ്റെ ആവശ്യത്തിന് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുകയാണ്. ആ ഭക്ഷണത്തിലുള്ള ആർത്തിയോടുകൂടിയല്ല, അതിൻ്റെ ഒരു ആവശ്യകത നിർവഹിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. അതിൻ്റെ മറ്റ് വശങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക. ത്യാഗികളുടെ ജീവിതം അങ്ങനെയാണ് എന്നാണ്. ത്യാഗത്തിന് വേണ്ടി കാളിദാസൻ്റെ രഘുവംശ മഹാകാവ്യത്തിൽ രഘുവംശ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, അവരെ ധാരാളമായി ധനം സംഭരിച്ചിരുന്നു. എന്തിനാണ്? ത്യാഗായ സംഭൃത അർത്ഥാനാം സത്യായ മിതഭാഷിണീം എന്നാണ്. അപ്പോൾ ഇവിടെ ത്യാഗായ സംഭൃത അർത്ഥാനാം, ധനമൊക്കെ അവർ സംഭരിച്ചിരുന്നു. എന്തിനാണ്? അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. രാജാവ് സംഭരിക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. സത്യായ മിതഭാഷിണ എന്നാണ്. സത്യത്തിനു വേണ്ടി അവർ മിതവാക്കുകളായിരുന്നു. മിതഭാഗ്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവർ. ഈ നമ്മുടെ മെത്രാപ്പൊലീത്തമാരും അഭിവന്ദ്യ വൈദികരുമൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വലിയ ബഹളങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളെ പറയൂ. മിതം ച സാരം ച വജോഹി വാഗ്മീത എന്ന് ശ്രീഹർഷൻ എന്ന മഹാകവിയുടെ ഒരു വാക്യമുണ്ട്. നളനെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിന് മിതം ച സാരം ച വജോഹി വാഗ്മീത എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാഗ്മിത്വം എന്ന് പറയുന്നത് മിതവും സാരവത്വവുമായ വാക്കുകളിലായിരുന്നു. ഈ മിതവും സാരവത്വവുമായ വാക്കുകൾ പറയുന്നവരാണ് അധികം പ്രസംഗിക്കാതിരിക്കുന്നത്, അധികം സംസാരിക്കാതിരിക്കുന്നത്. അധികം പ്രസംഗിച്ചാൽ അധികം കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗം ഉടനെ നിർത്തുകയാണ്, ഇനി നീണ്ടുപോകാൻ പാടില്ല. പ്രഭാഷകനിലൊരു വാക്യമുണ്ട്, മകനെ വാക്കുകൾ ചുരുക്കുക, അല്ലെങ്കിൽ അബദ്ധങ്ങൾ ഏറും എന്നാണ്. നമ്മൾ എത്ര കൂടുതൽ സംസാരിക്കുന്നോ അത്രയും അധികം മണ്ടത്തരങ്ങൾ നമ്മൾ പറഞ്ഞൊപ്പിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും ചുരുക്കി സംസാരിക്കുക. നമ്മുടെ തിരുമേനിമാരുമൊക്കെ ആ ചുരുക്കി സംസാരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. സത്യായ മിതഭാഷിണ, സത്യം പറയുന്നതിന് വേണ്ടിയാണ്. സത്യം ചുരുങ്ങിയ വാക്കുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ മിതമായ സംസാരം വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വട്ടശ്ശേരി തിരുമേനിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ
ഒരു മഹാവ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിലേ കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കാനുള്ള യോഗ്യത പോലും നമുക്കുണ്ട് എന്ന് പറയാനൊക്കില്ല. അദ്ദേഹത്തെ മാതൃകയാക്കണം എന്നൊക്കെ നമുക്കങ്ങ് പറയാം, പക്ഷേ അതത്ര എളുപ്പമല്ല. 1964 നമ്മുടെ ജവഹർലാൽ നെഹ്റു മരിച്ചത് 64 മെയ് മാസത്തിലാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നാലെ വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. ഒരു കൊച്ചു മനുഷ്യനായിരുന്നു. ശാസ്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലടികൾ പിന്തുടരും എന്ന് പറഞ്ഞു. പിറ്റേന്ന് നമ്മുടെ ഒരു പത്രത്തിലൊരു കാർട്ടൂൺ വന്നു. ഈ മുമ്പിൽ വളരെ അകലേക്ക് പാദങ്ങൾ വച്ചിരിക്കുന്ന അടയാളങ്ങളോടുകൂടിയ ഒരു കടന്നുപോക്കുണ്ട്. ആ പാദമുദ്രകൾ അങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ കുഞ്ഞു മനുഷ്യൻ, ഈ ശാസ്ത്രി വന്നിട്ട് ഈ ഒരു നെഹ്റുവിൻ്റെ പാദമുദ്രകൾ പിന്തുടരണമല്ലോ, ഒരു മുദ്രയിൽ നിന്ന് അടുത്ത മുദ്രയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം എടുത്ത് ചാടുകയായിട്ടാണ്. അപ്പോൾ ഈ മഹാത്മാക്കളെ അങ്ങനെ അങ്ങ് പിന്തുടരുക എന്നുള്ളതൊന്നും നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതും ഒരു ദൈവാനുഗ്രഹമാണ്. വട്ടശ്ശേരിൽ പിതാവിൻ്റെ ജീവിത മാതൃക പിന്തുടരണം എന്നുണ്ടെങ്കിൽ ആ തിരുമേനിയുടെ മാധ്യസ്ഥ്യം തന്നെ നമ്മൾ ആദ്യമേ ചോദിച്ചു വാങ്ങണം. ആ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ആ വഴിക്ക് നമുക്ക് സഞ്ചരിക്കാനൊക്കെയുള്ളൂ. അതാണ് ആ വഴികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പത്തിലൊന്നും കടന്നു പോകാവുന്ന വഴികളല്ല. വട്ടശ്ശേരിൽ തിരുമേനി കടന്നുപോയത് അഗ്നിപഥങ്ങളിലൂടെയാണ്. അഗ്നിപഥങ്ങളിലൂടെ നടത്തിയ ഒരു തീക്ഷ്ണ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ യാത്രയുടെ ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധിയുടെ ഒരു സ്വരൂപമായി സ്വർഗത്തിലേക്ക്, ഈ ധാമമൊന്നുടൻ ഉയർന്നു മിന്നൽ പോൽ വ്യോമമണ്ഡലം അണഞ്ഞു മാഞ്ഞു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇങ്ങനെ ഒരു പരിശുദ്ധിയുടെ ഒരു മൂർത്തരൂപം പോലെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോവുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്മാനത്തിനായി 1934 ഫെബ്രുവരി മാസം 23-ാം തീയതി അദ്ദേഹം ഇവിടെ നിന്ന് കടന്നു പോവുകയാണ് ചെയ്തത്. ഇനി 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ആ ചരമശതാബ്ദി നമ്മൾ ആചരിക്കും. അന്ന് നമുക്ക് ഇവിടെ വീണ്ടും കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നിങ്ങളെക്കൊണ്ട് സാധിച്ചേക്കാമെങ്കിലും എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് അത്ര നല്ല ഉറപ്പൊന്നുമില്ല. ഈ 99 വയസ്സുള്ളൊരു കാരണവരുടെ ഫോട്ടോ എടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ ക്യാമറാമാൻ വന്നു. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ആ ക്യാമറാമാൻ പറഞ്ഞു, അപ്പച്ചൻ്റെ 100ാം പിറന്നാളിനും ഫോട്ടോ എടുക്കാൻ എനിക്ക് സാധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അതിനെന്നടാ മോനെ, നീ വളരെ പയ്യനല്ലയോ എന്ന് പറഞ്ഞു. അപ്പം നിനക്ക് വരുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഈ നമ്മളെ ഒരു കൊല്ലം കൂടെ ഇരിക്കുമോ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാതെയാണ് അതിനെന്താ വിഷമം എന്ന് അങ്ങോട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു. ചെറുപ്പക്കാരന് മറ്റൊന്നും ഓർത്തുകൊണ്ട് പറഞ്ഞതല്ല, ഒരു ഭംഗിവാക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസോസ്തോം തിരുമേനിയുടെ ഒരു ബലിത ഉണ്ടല്ലോ, ഈ ബലിതമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇവിടെ കിടങ്ങൂർ ഒരു വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കാലിന് വല്ലാത്ത ഒരു കടുകടുപ്പ്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ കാലൊന്ന് തടവിൽ തന്നാക്കൊള്ളാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പിതാവ് ഞാൻ തടവാം എന്ന് പറഞ്ഞു. ആ തിരുമേനി അവിടെ കാല് നീട്ടിയിരുന്നു. ആ പയ്യൻ അവിടെ ഇരുന്ന് തടവി കൊടുത്തു. ആശ്വാസമായി കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ പ്രതികരണം, അല്ല ഞാൻ ഓർക്കുകയായിരുന്നു. എന്താ തിരുമേനി ഓർത്ത്? അല്ല, നിൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കാല് ആര് തടവിത്തരും എന്ന്. ഇതായിരുന്നു എൻ്റെ ഒരു വിഷമം എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തമാശകളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. നമുക്ക് ഈ പുണ്യചരിതന്മാരുടെ ആ കാലടികൾ പിന്തുടരുക എന്ന് പറയുന്നത് ഈ വളരെ സാഹസികമാണ് എന്ന് കരുതി നമുക്കൊരിക്കലും അതിനുള്ള സംരംഭം ഉപേക്ഷിക്കാൻ പാടില്ല എന്നതാണ്. വട്ടശ്ശേരി തിരുമേനിയുടെ ഈ അനുസ്മരണ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഇത്തരത്തിലുള്ള പുണ്യചരിതന്മാരുടെ ജീവിതകഥ വായിക്കുന്നതൊക്കെ വലിയൊരു ആവേശമാണ്. അത് നമ്മുടെ പുരാണ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരെ പരിചയപ്പെട്ട് ഈ വിവേകാനന്ദ സ്വാമികൾ നിരന്തരം ഉദ്ധരിക്കുമായിരുന്ന കഠോപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്നതാണ്. അപ്പോൾ ഈ പ്രാപ്യ വരാൻ നിബോധത എന്താണ് എന്നുള്ളതിനെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. ഉത്തിഷ്ഠത ജാഗ്രത, എഴുന്നേൽക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക. പ്രാപ്യ വരാൻ നിബോധത, വരാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരെ എന്നാണ്, മഹാന്മാരെ പ്രാപ്യ, അവരെ സമീപിച്ചിട്ട് അറിഞ്ഞിട്ട് നിബോധത, പ്രബുദ്ധരായി തീരുക എന്നതാണ്. ഇവിടെ ഈ മഹാന്മാരിൽ മഹാനായ, പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയെ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ഉൾക്കൊണ്ട് നമുക്ക് ഉണരാം, ഉണർന്ന് ജാഗ്രതയുള്ളവരാകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.